ഇന്ന് മാർച്ച് 22 നിങ്ങൾക്കറിയേണ്ട സിനിമകളുടെ ഉൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് മലയാളത്തിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ പ്രാവൻകോട് ഷാപ്പിന്റെ അപ്ഡേറ്റ് ആണ്. അൻവർ റഷീദ് നിർമ്മിച്ച ബേസൽ സൗബിൻ കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ സോണി ലിവിലൂടെ ഇവരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് OTT റിലീസ് ചെയ്യാനായിട്ടൊരുങ്ങുന്നത്. ചിത്രം മലയാളത്തിന് പുറമെ പാനന്തൻ ഭാഷകളിൽ സോണി ലിവിൽ ലഭ്യമാകുന്നതാണ്. കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിനായിട്ട്. തമിഴിൽ നിന്നും ഒരു ഡയറക്റ്റ് OTT സിനിമ OTT റിലീസിനായിട്ടൊരുങ്ങുകയാണ്. അത് ടെസ്റ്റ് എന്ന സിനിമയാണ്. മാധവൻ, സിദ്ധാർത്ഥ, നയൻതാര തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഏപ്രിൽ ആദ്യ ആഴ്ച ഏപ്രിൽ 4-ാം തീയതിയായിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ പാനന്തൻ ഭാഷകളിൽ OTT റിലീസാകുക. ചിത്രത്തിന്റെ OTT ട്രെയിലർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരേയൊരു സിനിമ എന്നൊക്കെ പറയാവുന്ന സിനിമയാണല്ലോ ഔസേപ്പിന്റെ ഒസ്യത്ത്. ചിത്രം വിജയരാഘവൻ നായകനെത്തിയ സിനിമയാണ്. ചിത്രം മനോരമ മാക്സിലൂടെ വരുന്ന മാസങ്ങളിൽ OTT റിലീസാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. തമിഴിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. ഗാന്ധി താത്ത ചെട്ടു എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പുതിയ അന്യഭാഷാ സീരീസുകളിലൊന്നായ കന്നഡ. ഈ സീരീസ് പാനന്തൻ ഭാഷകളിൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. ജെന്റിൽ വുമൺ എന്നൊരു തമിഴ് സിനിമ OTT റിലീസിനായിട്ടിറങ്ങുകയാണ്. തെൻകോട്ടയിലൂടെ ഈ മാർച്ച് മാസം അവസാനത്തോടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ പരാജയപ്പെട്ട സിനിമയാണല്ലോ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. GVM സംവിധാനം ചെയ്ത തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ എന്നാൽ തിയേറ്ററുകളിലെ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ ആരും സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിവ്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആമസോൺ പ്രൈം സിനിമ സ്വന്തമാക്കുമെന്നും ഏപ്രിൽ മാസം സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഡൊമിനിക് OTT കാണുവാനായിട്ട് കാത്തിരിക്കാം.